ക്യാപ്ഷൻ കണ്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും, തലവേദനയും പല്ലിന്റെ ക്ലിപ്പിടലും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത്. പല ആളുകളും മൈഗ്രെയിൻ ആയതുകൊണ്ട് മരുന്ന് ആജീവനാന്തം കഴിക്കേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഒരു പക്ഷേ അത് മൈഗ്രെയിൻ ആയിരിക്കില്ല, അത് ഓറോഫേഷ്യൽ പെയിൻ ഡിസ്ഫങ്ഷൻ സിൻഡ്രോം അല്ലെങ്കിൽ TMJ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരിക്കും. ഈ വക പ്രശ്നങ്ങൾ ക്ലിപ്പിട്ട് കറക്റ്റ് ചെയ്യാൻ സാധ്യമാണ്. നമ്മുടെ പല്ലിന്റെ ഘടനയും പല്ലിന്റെ ചവച്ചരക്കാനുള്ള എഫിഷ്യൻസി, TMJ എന്ന് പറയുന്ന ഈ ജോയിന്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ, പല്ലുകളും പല്ലിനെ ചവച്ചരക്കാനായിട്ട് സഹായിക്കുന്ന മസിലുകൾ, അതിന്റെ റിലാക്സ്ഡ് പൊസിഷൻ, ഒരു സ്പാസം മസിലുകൾക്കില്ലാത്ത പൊസിഷൻ, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഒരു ഹാർമണി ആയിട്ട് പോകണമെങ്കിൽ ഈ മുകളിലത്തെയും അടിയിലത്തെയും പല്ലുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കറക്റ്റ് ആയിട്ടിരിക്കും. അങ്ങനെ കറക്റ്റ് അല്ലാതിരിക്കുന്ന അവസ്ഥകളിൽ ഈ വക പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ ആണ് തെറ്റിദ്ധരിച്ചുകൊണ്ട് മൈഗ്രെയിന്റെ മരുന്ന് കഴിച്ച് ആജീവനാന്തം തള്ളി നീക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. ഈ വക പ്രശ്നങ്ങൾ പല്ലിന്റെ ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് പല്ലിന്റെ ബൈറ്റ് കറക്റ്റ് ചെയ്ത്, ഒക്ലൂഷൻ എന്ന് തന്നെ പറയാം, ഒക്ലൂഷൻ പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വക പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ സാധ്യമാണ്. അടുത്ത നമ്മുടെ ടോപ്പിക്ക്, ആരാണ് എയർവേ ഓർത്തഡോണ്ടിസ്റ്റ്? ഓർത്തഡോണ്ടിസ്റ്റ് എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, പക്ഷേ എയർവേ ഓർത്തഡോണ്ടിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്?